എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കപ്പ ഇറച്ചി ഉലത്തിയത്. പച്ചക്കപ്പയല്ല, ഉണക്കക്കപ്പ അല്ലെങ്കിൽ വാട്ടുകപ്പ. അത് ഇറച്ചിയും കൂടി ഇട്ട് ഉലത്തിയത്. എന്താ ടേസ്റ്റ് എന്നറിയാമോ? നമ്മുടെ സാധാരണ മുമ്പൊക്കെ വീടുകളിൽ ചെയ്യുന്ന അതേ സ്റ്റൈലിൽ ചെറിയുള്ളിയും വെളുത്തുള്ളിയേക്കും ചതച്ചിട്ട് ഉലത്തി എടുക്കുന്നു, ഡ്രൈ ആയിട്ട്, കുറച്ച് നല്ല എരിവിൽ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. 1/2 കിലോ പോത്തിറച്ചി ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞത്, നന്നായിട്ട് കഴുകി ക്ലീനാക്കി എടുത്തത്. പിന്നെ ഒരു 1/2 കിലോ ഉണക്കക്കപ്പ 2-3 പ്രാവശ്യം കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് ഒരു 8-10 മണിക്കൂർ കുതിർത്തി വെച്ചത്. അത് വീണ്ടും 1-2 പ്രാവശ്യം വെള്ളം മാറ്റി എടുത്തത് 1/2 കിലോ. ഇനി നമ്മൾ ഈ ബീഫ് ഒരു കുക്കറിലേക്ക് ഇടാം. അതിൻ്റെ കൂടെ ഒരു 4 ഏലക്കായ, ഒരു 5-6 ഗ്രാമ്പു, പിന്നെ ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ട, പിന്നെ ഒരു ചെറിയ ഒനിയൻ സ്ലൈസ് ചെയ്തത്, കുറച്ച് കറിവേപ്പില, 3-4 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി നന്നായിട്ട് ചതച്ചത്, പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിലോ. ഇതിലിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി ഒരു അരമണിക്കൂർ ഒന്ന് വയ്ക്കാം നമുക്ക്. അരമണിക്കൂറിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്യാൻ വയ്ക്കാം, ഒരു ഇറച്ചിയുടെ വേവ് അനുസരിച്ച്, ഇറച്ചി വേകുന്ന വരെ. ഇനി നമുക്ക് ഈ കപ്പ വേറൊരു കുക്കറിൽ, കപ്പ എടുത്ത് വേറൊരു കുക്കറിലിട്ടിട്ട് അതിൽ ആ കപ്പ മുങ്ങിക്കിടക്കുന്ന ഭാഗത്തിന് വെള്ളമൊഴിച്ച് അതിൽ ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് കുക്ക് ചെയ്യാൻ വയ്ക്കുക. 2 വിസിൽ അല്ലെങ്കിൽ നന്നായിട്ട് വേകുന്നവരെ. അപ്പോൾ തീരെ അങ്ങോട്ട് ഉടയ്ക്കണ്ട. പിന്നെ ഇപ്പോൾ നമ്മൾ കപ്പ വെന്ത് കഴിയുമ്പോൾ സ്ട്രെയിനറിൽ വെള്ളം ഊറ്റി കളയാം. അതുപോലെ ഇറച്ചി ഒരു 3 അല്ലെങ്കിൽ 4 വിസിൽ കഴിയുമ്പോൾ ഇറച്ചി വെന്തോന്ന് ചെക്ക് ചെയ്യാം. ഇതിപ്പോൾ ഇറച്ചി നന്നായിട്ട് വെന്തിട്ടുണ്ട്. അത്യാവശ്യം വേണ്ട വെള്ളം അതിലുണ്ട്, അല്ലെങ്കിൽ ഗ്രേവി അതിലുണ്ട്. ഇതിപ്പോൾ നല്ല പാകമായി. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കപ്പ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക. ഉപ്പ് ഇനി കൂടുതലായിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ഇനി നമുക്ക് ഈ ചൂടോടെ തന്നെ അടച്ച് ഒരു 5 മിനിറ്റ് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് വേറൊരു പാൻ വെച്ചിട്ട് അതിലൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് ചെറിയുള്ളി, ഞാനിപ്പോൾ ഇവിടെ ഒരു 10 ചെറിയുള്ളി എടുത്താണ്, അത് ചതച്ചെടുക്കാം. നമുക്ക് ചതച്ചെടുത്ത ചെറിയുള്ളി ഇട്ട് മൂപ്പിക്കാം. അതൊരു 30-40 സെക്കൻഡ് ഒന്ന് നമ്മൾ വഴറ്റി കഴിയുമ്പോൾ ഒരു 7-8 വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കാം. അതോടൊപ്പം കുറച്ചും കൂടി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിന് നമുക്കൊരു ഗോൾഡൻ കളറാവുന്നവരെ വഴറ്റി കൊടുക്കാം. അതായത് മൂത്ത് വരുന്നവരെ. മൂത്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് ഒരു 10 സെക്കൻഡ് ഒന്ന് വഴറ്റാം.
ഇനി നമുക്കൊരു 1.5 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു 4-5 സെക്കൻഡ് കൂടി ഒന്ന് വഴറ്റാം. ഇതൊക്കെ നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അതിനുശേഷം നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പയും ബീഫും ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ 1 ടേബിൾ സ്പൂൺ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് റഫായിട്ട് പൊടിച്ച പെരുംജീരകം ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളി കപ്പയും ബീഫും റെഡി ആയിട്ടുണ്ട്. ഉണക്ക കപ്പയും ബീഫും. അപ്പോൾ ഇത് സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.